തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം നമ്മുടെ ബൈപ്പാസിന് തൊട്ടടുത്തായിട്ട്, അതായത് ബൈപ്പാസിൽ നിന്ന് 3/4 കിലോമീറ്റർ മാത്രം മാറി 5.1 സെൻറ്റിൽ ഏകദേശം 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണ്. ഈ വീടിന് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലൊരു വില കണ്ടിട്ടുണ്ടാവും. ഒരു 75 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചോദിക്കുന്നതൊക്കെ പ്രതീക്ഷിക്കുമല്ലേ? എന്നാൽ അങ്ങനെയല്ല. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നല്ല കിടിലം വിലയ്ക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റമൊക്കെ വരുന്നത്. 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. ആ സൈഡിലായിട്ട് കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസും കാണാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവല്ലത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പാച്ചല്ലൂർ ജംഗ്ഷൻ വന്ന് അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി നേരെ ബൈപ്പാസിൽ ചെന്ന് വാഴമുട്ടത്തേക്ക് പോകുന്ന ആ ഒരു റോഡാണ്. അത് വരുമ്പോഴത്തേക്കും പാറവിള പള്ളിക്ക് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അറഫ ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും. അതൊരു 100 മീറ്റർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടമൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. കാരണം 5.15 സെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് 2 വണ്ടി ഇവിടെ കയറ്റി നിർത്താൻ പറ്റി. ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ 2 വണ്ടികളുണ്ടായിരുന്നു. ഒരു വെന്യൂവും ഒരു മാരുതി 800 ഉണ്ട്. ആ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറ്റി നിർത്തും, മറ്റേ വണ്ടി അവിടെ ഫ്രണ്ടിലായിട്ടിടും. ആ രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ചുറ്റുവട്ടമൊക്കെ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു പുകയടുപ്പും പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ വീട് വന്നിട്ട് ഏകദേശം 10 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഫുള്ളായിട്ട് റെനോവേറ്റഡ് കണ്ടീഷനിൽ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ശരിക്കും ഡൈനിങ്ങിന് വേണ്ടി ആ ഭാഗത്തേക്ക് ഒരു സ്പേസ് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഡൈനിങ് ടേബിൾ ഇടാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ലിവിങ് ഏരിയയാക്കി മാറ്റിയെടുക്കാം. കിച്ചൺ വരുന്നത് ഈ രീതിയിലാണ്. ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തിട്ടുണ്ട്. മേളിലേക്കെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ ആയാലും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നമ്മുടെ പിൻവശത്ത് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനുണ്ട്. ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത് കേട്ടോ. റൂമുകളിലെല്ലാം തന്നെ ഇതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഡ്രസ്സിംഗ് ടേബിൾ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു കോമൺ സ്പേസ്, എന്നിട്ട് ഇങ്ങനെ ഒരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിലേക്ക് എൻട്രൻസ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കാണാം. 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് തന്നെയാണ്. ഈ രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം ഇൻടാക്റ്റ് ആണ്. നല്ല നീറ്റ് കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഓപ്പൺ ടെറസിലേക്കും ഈ ഒരു റൂമിൽ നിന്ന് എൻട്രി വരുന്നുണ്ട്. തുണിയൊക്കെ ഉണങ്ങാനിടണമെങ്കിൽ ഈ സ്പേസിൽ ഉപയോഗിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്കും സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതിന് നമ്മുടെ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു കബോർഡ് വർക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിത് ഈ കോമൺ സ്പേസിൽ നിന്ന് വലിയൊരു ബാൽക്കണിയിലേക്കാണ് എൻട്രൻസ് വരുന്നത്. ശരിക്കും ഇതൊരു ബാൽക്കണി എന്നുള്ളൊരു ഉപരി അവർ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് ഇതുപോലെ റൂഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കിവിടെ കർട്ടനൊക്കെ ഇടാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പം വെയിലൊന്നും അടിക്കത്തില്ല. ആ രീതിയിൽ നമുക്കിവിടെ ഇരുന്നൊരു സ്റ്റഡി ഏരിയ ആയിട്ടോ ചെറിയൊരു ജിം ഫെസിലിറ്റി എന്ത് വേണമെങ്കിലും ഈ ഒരു സ്ഥലത്ത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ വില നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 58 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ ചുറ്റോട്ടത്തുള്ള പ്രൈസ് ഒന്ന് അന്വേഷിച്ചാൽ മതി. ഹെവി പ്രൈസിങ്ങിൽ പോകുന്ന ലൊക്കേഷനിലാണ് ഇത്രയും വിലക്കുറവിൽ 5 സെൻറ്റിന് മേളിലേക്ക് വന്ന സ്ഥലത്ത് ഇതുപോലെ നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. മിസ്സാക്കണ്ട, നേരിട്ട് ഉടമയെ വിളിക്കാം. ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപ.